പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ, പങ്കെടുക്കുന്ന ഇന്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിന്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പാഷൻ നറേറ്റീവ്സ് ഇല്ലേ, പീഡാനുഭവ പ്രവചനങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഈശോ വധിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ അവർ ഷോക്കായി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർക്ക് അത്ര ബോധമല്ല. പക്ഷെ അത് നിഗൂഢമായിട്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് അവർക്ക് ബോധമല്ലെങ്കിലും അവരെ ലളിതമാക്കി ഈശോ അത് കൊടുക്കണില്ല. ആ വചനം കഠിനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ് ലൂക്ക 9:45. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ പീഡാനുഭവ പ്രവചനം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ആ നിഗൂഢ വചനമാണത്. ഇപ്പൊ നിഗൂഢ വചനങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പൊ നിഗൂഢ വചനങ്ങള് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനങ്ങൾ ഈ ഒക്കൾട്ടായിട്ട് മാറണത്. ഈ ഒക്കൾട്ടായിട്ട് വരുന്ന ഗൂഢവചനങ്ങളെയാണ് ശരിക്കും താബോർ ആ മുദ്രവെച്ച വചനത്തിൻ്റെ സീല് പൊട്ടിക്കണത്. അതാണ് മോശയെ കാണിക്കുന്നുണ്ട്, താബോറിൽ ഏലിയയെ കാണിക്കുന്നുണ്ട്. ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഏലിയ 700 കൊല്ലം മുമ്പും മോശ 1200 കൊല്ലം മുമ്പും എടുക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. ഈ കാഴ്ച പറയണത് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയും, ഇതുപോലെ ഞാനും ഉയർക്കും. പറഞ്ഞു, ഇതുപോലെ ഞാനും ഉയർക്കും, പക്ഷെ ഞാൻ ഉയർക്കണവരെ കണ്ട കാഴ്ച ആരോടും പറയരുത്. ഇത് മനോഹരമാണെന്ന ബൈബിള്. മർക്കോസ് 9:9. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇപ്പൊ ഇവിടെ മനസ്സിൽ സംശയം ഉണ്ടായില്ല, ഉയർത്തുന്നപ്പോ എന്താണ്? പക്ഷെ അത് നിഗൂഢവചനമല്ലേ? ഇത് ശരിക്കും ഗൂഢമായിട്ട് തന്നെ പോവുകയാണ്. കാര്യം മരിച്ചെന്ന് ഉയർക്കുക എന്താണെന്ന് ഈ മോസസിനെ കണ്ടിട്ടും ഏലിയാവിനെ കണ്ടിട്ടും ഈ കക്ഷികൾക്ക് മനസ്സിലായില്ല. അതാണ് താബോറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച, ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ആരോടും പറയരുതെന്ന് ഈശോ പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ വചനം ഗൂഢമായിട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അവരുടെ സംശയത്തിന് വരണത്. എന്താണ് അവർ പറയണത്? 9:10. താബോറിൽ നിന്ന് ഇറങ്ങി കർത്താവ് പറഞ്ഞു, ഈ കാഴ്ച നിങ്ങൾ മാത്രം കണ്ടതാണ്, ഇത് ആരോടും പറയരുത്, ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ എന്ന് പറഞ്ഞപ്പോഴ് ഈ മോസസിനെ ഏലിയാവിനെ അവരെ കണ്ടില്ലേ, ഉയർത്തി നിന്നിട്ട ആൾക്കാരാ. എന്നിട്ട് പോലും മനസ്സിലായില്ല. കാര്യം എന്താണ്? അത് നിഗൂഢ വചനമാണ്. അതാണ് പറയണത്. 9:45 പറയണില്ലേ, ആ വചനം ഗൂഢമായിരുന്നു എന്ന്. ഇപ്പൊ എന്താ പറയണത്? 9:10 എന്താ പറയണത്? മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. ഇതാണ് വിഷയം. ഇത് ഈശോയുടെ മനസ്സിനെ വളരെ തളർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മാനസിക അന്തരീക്ഷം വളരെ വല്ലാത്തതാണ്. ഈ 3 പേരെയും, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കർത്താവിന് ഉയർത്തുന്നതിന് പകരം അതിൻ്റെ ഡമ്മി ആയിട്ട് ഡെമോ കാണിച്ചു. ആര്? ഏലിയാവിനെയും കാണിച്ചു. ഉയർത്തുന്നത് ഏലിയാവിനെയും മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഉയർത്തി നിൽക്കും, പക്ഷെ ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ഈ കണ്ട കാഴ്ച പറയരുത്. അപ്പോഴും ഈ ഇവരെന്താ പറയണത്? ഉയർത്തി നിൽക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചത്. ഇതല്ലേ ഉയർത്തി നിൽപ്പെന്ന് പറയണത്. അത് മനസ്സിലാക്കാൻ അത് മറയപ്പെടുകയാണ് ഇവർക്ക്. അത് അവരുടെ പരാധീനത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ കാണിച്ചത്? താഴെ വരുമ്പോൾ ഈ അപസ്മാര രോഗി, അതിന് വേറെ ഒരു പരാജയവും തോൽവി ഇരിപ്പുണ്ട്.
അപസ്മാര രോഗിനെ ചികിത്സിച്ചും പ്രാർത്ഥിച്ചും പരാജയപ്പെട്ട് നിൽക്കുന്ന 9 ശിഷ്യന്മാർ വേറെ. ഏലിയാവിനെയും മോസസിനെയും കണ്ടിട്ടും ഉയർത്തെഴുന്നേൽപ്പ് എന്താണെന്ന് മനസ്സിലാകാത്ത 3 ശിഷ്യന്മാർ തൻ്റെ കൂട്ടത്തിൽ. ഈ 12 പേരും കൂടിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാര്യം തന്നെ ഈ 2 കക്ഷികൾക്കും ഉള്ള പ്രശ്നം എന്താണ്? ഇവരാരും വിശ്വസിക്കണില്ല. അതാണ് ഈശോ ചോദിക്കുന്നത്. ആ അപസ്മാര രോഗി വന്ന് അപ്പം വന്ന് പറയരുത്, നിനക്ക് വല്ലതും സാധിക്കുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തി ഞങ്ങളെ സഹായിക്കാൻ പറയും. അപ്പോൾ കർത്താവ് നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കും, എത്ര കാലം ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും? മത്തായി 17:17 യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വിശ്വാസമില്ലാത്ത ഈ 9 പേര് മാത്രമല്ലേ, താബോറിൽ നിറങ്ങിയ ആ കക്ഷികൾക്കും വിശ്വാസക്കുറവുണ്ട്. എന്താണ്? ഇതുപോലെ മോസത്തിനെയും ഏലിയാവിനെയും പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോഴും, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് ഈ ദൃശ്യം പറയാമെന്ന് പറഞ്ഞപ്പോഴും അവരപ്പോഴും ചിന്തിക്കുകയാണ്, എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? അത് വിശ്വാസത്തിലാൽ മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈശോ ഈ തോറ്റ 12 പേരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പറയും, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ. വഴി പിഴച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ ദൈവികമായി മനസ്സിലാക്കേണ്ട ഒരു വഴിയില്ലേ, അതിന് ഒരു അപഭ്രംശം വന്നിട്ടുണ്ട്. ഇവര് യേശുവിനെ ഭൗതികമായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. പൊളിറ്റിക്കൽ മിസ്സിഹായിട്ടാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തു റോമ സാമ്രാജ്യത്തിനെ തച്ചുടച്ചിട്ട് അവിടെ രാജാവാകുമ്പോൾ തങ്ങൾക്കും രാജാവാകാൻ മന്ത്രിയാകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്കൂളിലെ നമ്മുടെ സബി പുത്രന്മാരുടെ അമ്മയുണ്ടാക്കിയ നടത്തുന്ന ഒരു സ്കൂള്, അവരാണല്ലേ ഈ വിധത്തിൽ മുഴുവനും പ്രശ്നം ഉണ്ടാക്കിയത്. ആ സ്കൂളിൽ തന്നെയാണ് ഈ അണ്ണന്മാർ ഇപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ചങ്കയെ കൊള്ളും. അതാണ് എന്നെ അത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. കർത്താവ് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കും, എത്ര കാലം ഞാനിനി. യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ. അത് വഴക്കിട്ടറാണ്. കാര്യം താൻ പരാജയപ്പെടുകയാണ് ഇവര് ഈ വിഷയം മനസ്സിലാക്കുന്നത്. തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരു ഡെത്ത് പാഷൻ കോൺഷ്യസ്, ഡെത്ത് കോൺഷ്യസ് ആണത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘർഷം, ആന്തരിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഈ ഡെത്ത് കോൺഷ്യസ് ആണ്. അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവമായത് കാരണം ഡെത്ത് കോൺഷ്യസ് പച്ചക്ക് മനസ്സിലാകും. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ, പക്ഷേ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഈശോയ്ക്ക് പച്ച സിനിമയിൽ കാണുന്ന പോലെ എല്ലാം കാണാൻ പറ്റും, ദൈവപുത്രനായതുകൊണ്ട്, ദൈവമായതുകൊണ്ട്. അതുകൊണ്ട് താബോറിൽ നിന്ന് മുകളിൽ നിന്ന് ഗെറ്റടിയാൻ കിട്ടിയത്, തയ്യാറായിരിക്കുക, സമയമായി. ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ചോദിക്കണത്, എത്ര കാലം? ഇനി ഒരു 3 മാസം മറ്റേ ഉണ്ടാകത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം. അത് വല്ലാത്ത ഒരു സങ്കടമാണ്. ഈശോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സങ്കടം ഫീൽ ചെയ്യും. എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? അവനെ കൊണ്ടുവന്ന് സുഖപ്പെടുത്തി, അത് അങ്ങനെ സുഖപ്പെടുത്തിയതുകൊണ്ട് വിഷയം തീരണമല്ല ഇത്. ഇവര് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ തീരുന്നതാണ് ഈ വിഷയം. അങ്ങനെ തിരിച്ചറിയാൻ ഇനി എത്ര കാലം? ദൈവവേദന നോൻപ് തീരാൻ പോകുമ്പോഴും ഈ കാലത്തെ തിരിച്ചറിയാതെ നമ്മൾ അനുഷ്ഠാനം നടത്തി യാന്ത്രികമായി എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നും പറഞ്ഞ് ആ പഴയ മനുഷ്യൻ തന്നെയായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴേ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അപ്പോസ്തലന്മാരോടൊപ്പമാണ്. ഈ നോൻപിനെങ്കിലും കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴേ ആദ്യം തന്നെ നിയോഗം വെച്ചതിൽ IELTS അവൾ ആദ്യം തന്നെ പാസ്സായി. പിന്നെ അങ്ങനെ അവൾക്ക് കാനഡയിൽ പോകാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ആദ്യം റിജക്ഷനായി. രണ്ടാമത് ഞാനിവിടെ വന്ന് റിജക്ഷൻ ആവുമല്ലോ, ഇനി ഒരാഴ്ചയെ സമയമുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു. പിന്നെ മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾക്ക് ഇനി ഒരു വഴി കാണിച്ചു കൊടുക്കണമേ, ഒരു ദേശം കാണിച്ചു കൊടുക്കണമേ, പുതിയൊരു നാമം കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവൾക്ക് ഇവിടെ ഈ മനുഷ്യരെ ഫേസ് ചെയ്യാൻ അത്രയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് കിടന്നുറങ്ങി. മകൾ തിരുവനന്തപുരത്തായിരുന്നു ജോലി. അവൾ വെളുപ്പിനെ 4 മണിക്ക് എന്നെ വിളിക്കുകയാണ്, അമ്മയെ എൻ്റെ വിസ എനിക്ക് അടിച്ചു വന്നു. അമ്മ ഞാനിവിടെ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന രാത്രി മുഴുവനും ചൊല്ലുകയായിരുന്നു. ഞാനും
ഞാനും അങ്ങനെ മുട്ടുമ്മേ നിന്ന് ഞാനും മകനും എൻ്റെ കുടുംബവും പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഒരാഴ്ച കൊണ്ട് മകൾക്ക് കാനഡയിൽ എത്തിച്ചേരുവാനും ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി പ്രാർത്ഥിച്ച് അതും കിട്ടി. എൻ്റെ അങ്ങനെ വലിയ അനുഗ്രഹം മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഒരു വിധവയായ സ്ത്രീയെ ഇത്രയേറെ ഉയർത്തുവാൻ മാതാവിന് കഴിയുമെന്ന് ഞാൻ വളരെയധികം സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഒന്നും എത്താത്ത കുഞ്ഞുങ്ങൾ, പിന്നെ മനുഷ്യർ പഴിച്ച് നാണക്കേടുണ്ടാക്കുന്ന ജനങ്ങൾ, ഇവരുടെ മുന്നിൽ എന്നെ നിലനിർത്തിയ വലിയ കരുണയ്ക്കായി മാതാവിൻ്റെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഞങ്ങൾക്ക് അതിലൂടെ ലഭിച്ചത്, അപ്പോഴേ എനിക്ക് ഇത്രയും പ്രയാസമുണ്ടായപ്പോഴേ അച്ഛൻ്റെ ടോക്കുകളും പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോഴേ അച്ഛൻ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇത് തരണോ അത് തരണോ അതല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഇടയ്ക്ക് അങ്ങനെയായി. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത് എന്ന് ഞാൻ ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് എൻ്റെ ജീവിതം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെയധികം ആത്മീയമായിട്ട് ഒരു ചിട്ടയായ ഒരു ജീവിതം എനിക്ക് നയിക്കുവാൻ സാധിക്കുന്നു. കൃപാസനം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോസിലി. ഞാൻ മലപ്പുറം ജില്ലയിൽ സെൻറ്റ് ജോസഫ് ചർച്ച് കുറ്റിപ്പുറം ദേവാലയത്തിന് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2022 നവംബർ 11 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് എങ്കിലും അത്രമാത്രം തീഷ്ണത എനിക്കില്ലായിരുന്നു. പ്രാർത്ഥന മതിയല്ലോ എന്ന ഒരു ചിന്താഗതി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അനുഭവം എന്നെ ഇവിടെ എത്തിച്ചു. ഒന്നാമതായിട്ട് ഇത് എൻ്റെ മകളുടെ ഭർത്താവ്, അവളുടെ കുട്ടി, മോനിപ്പോൾ 4 വയസ്സായി. അവന് ഉണ്ടായപ്പോൾ മുതലേ തന്നെ അസുഖങ്ങളായിരുന്നു. പക്ഷേ 9 മാസം ആയപ്പോൾ അവന് പനിച്ചു. അതിനുശേഷം അവന് ഫിക്സ് ഉണ്ടായി. പിന്നെ തുടർച്ചയായിട്ട് അവന് പനി വരികയും ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പോയി, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. പക്ഷേ അവന് മാസത്തിൽ 2 പ്രാവശ്യം പനി. ആ 2 പ്രാവശ്യം എന്ന് വെച്ചാൽ 1 മാസം മുഴുവനുമാണ് അതിൻ്റെ കേട്. പനി, ഛർദി, പിന്നെ ചുമ. അത് ഈ 1.5 വയസ്സായപ്പോൾ അവനൊരു ചുമ തുടങ്ങിയിട്ട് നീണ്ട 6 മാസക്കാലത്തോളം ചുമയായിരുന്നു. രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ട് ചുമച്ച് കുട്ടി ഇങ്ങനെ കഴുത്ത് കുത്തി പോകും. ഡോക്ടേഴ്സിനും പിടുത്തം കിട്ടുന്നില്ല ഇത് എന്താണെന്ന് ഓർത്തിട്ട്. അവസാനം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ചെന്ന് അന്നും അവന് രാത്രിയിൽ പനിയും ഛർദിയും വല്ലാണ്ടുണ്ടായി. അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി അവന് ഉപ്പ് നൽകുകയും തൈലം അവൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളിലൊക്കെ തൂക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയും അവൻ ചുമച്ചിട്ടില്ല. പനിയുടെ തീവ്രത കുറച്ച് നാളത്തേക്ക് വന്നു. പിന്നീട് അത് കുറഞ്ഞ് ഇപ്പോൾ 3 മാസമായി അവന് ഒരു പനിയോ ജലദോഷമോ ഒന്നുമില്ല. പിന്നെ അവന് ഭക്ഷണത്തിന് സാധാരണ ഈ പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് രാവിലെയൊക്കെ ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഇവന് രാവിലെ കുഞ്ഞിലേ കൊടുക്കുന്ന കുറുക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ആ ഭക്ഷണത്തിൽ വളരെയധികം കുറേ അലർജി ഉണ്ടായിരുന്നു. അത് ക്രമേണ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഇത് ഇത്രയും വലിയ ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തന്ന മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരണം ഇവൻ്റെ അമ്മ ഇവിടെ ഇല്ല. ഇവൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബർ 28 കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയത്. പോകുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ അസുഖം കാരണം പോകുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ എന്നെയും കൃപാസന മാതാവിനെയും അവൾ ഭാരമേൽപ്പിച്ചിട്ട് അവൾ പോയി. അതിന് ശേഷം അവന് ഇതുവരെയും ഒരു അസുഖം വന്നിട്ടില്ല.
രണ്ടാമത്തെ നിയോഗം എൻ്റെ ഉടമ്പടിയുടെ നിയോഗം എന്താണെന്ന് വെച്ചാൽ, മോൻ്റെ അമ്മ എൻ്റെ മകൾക്ക് പ്രഗ്നൻ്റായ ആ സമയം മുതൽ ദേഹം മുഴുവനും അരിമ്പാറ, നെറ്റിയിലും മുഖത്തും കൈയും കാലും എന്ന് വേണ്ട എല്ലായിടത്തും ചെറിയ ചെറിയ അരിമ്പാറകളും വലിയ അരിമ്പാറയും വരുമായിരുന്നു. ആകെ വൃത്തികേടായിട്ട് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുറേയൊക്കെ കരിച്ചു കളഞ്ഞു. ചില ഭാഗങ്ങളിൽ ലേസർ ചെയ്തു. ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ വീണ്ടും മറ്റൊരു ഭാഗത്ത് വരിക. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ നിയോഗം വെച്ച് ഇത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 3 മാസമായി അവളുടെ ശരീരത്ത് അങ്ങനെ ഒരു സാധനമേ ഇല്ല. അവളെന്നെ ഫോട്ടോ എല്ലാം വീഡിയോ കോൾ വിളിച്ചിട്ട് എല്ലാം കാണിച്ചു തന്നു. ഒന്നും ഇല്ലമ്മേ, എല്ലാം മാഞ്ഞുപോയി എന്ന് പറഞ്ഞു. അത് ദൈവമാതാവ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഇനി ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിവിടെ വരാൻ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മകൻ കാനഡയിലാണ് ഉള്ളത്. അവൻ 5 വർഷത്തോളമായി പോയിട്ട് 2021 മെയ് 15 അവൻ്റെ വിവാഹമായിരുന്നു. കോവിഡ് കാലമായതിനാൽ അവൻ വന്ന് 1 മാസത്തിന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ വേറൊരു മകനായിരുന്നു. അവൻ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല, വിളിക്കില്ല. 7 മാസങ്ങൾക്ക് ശേഷം അവൻ്റെ വൈഫും പോയി. വൈഫും അവിടെ ചെന്നതിന് ശേഷം അവൻ്റെ ഫോൺ നമ്പർ മാറ്റി. യാതൊരു വിധത്തിലും അവനെ കിട്ടുന്നില്ല. 5 മാസക്കാലം ഞാൻ കണ്ണീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് പ്രയോജനം കിട്ടിയില്ല. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണേ, എൻ്റെ മകനെ എന്നെ വെറുക്കല്ലേ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. അതാണധികം. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് തോന്നി ഈ പ്രാർത്ഥനയൊന്നും എനിക്ക് ഫലം നൽകുന്നില്ല. കൃപാസനത്തിൽ വന്ന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്താൽ മാത്രമേ എനിക്കതിന് പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വരികയും അന്ന് ഞങ്ങൾ ട്രെയിനിന് വന്നിട്ട് ഒരു വീട്ടിൽ താമസിച്ചിട്ടാണ്, മലപ്പുറത്ത് നിന്ന് വരണ്ടേ. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന അന്ന് ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ മകൻ എന്നെ വിളിച്ചു. എനിക്ക് അവൻ വിളിച്ചപ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ചങ്കിടറിപ്പോയി. അങ്ങനെ ആ മോനെ സുഖമാടാ ഇങ്ങനെ മാത്രം വെച്ചിട്ട് ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നതാ എന്ന് മാത്രം പറഞ്ഞിട്ട് എനിക്ക് വെക്കേണ്ടി വന്നു. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അത്രമാത്രം വേദന ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് വളരെ കുറച്ച് മാത്രമെങ്കിലും അവൻ സംസാരിക്കുമായിരുന്നു. പിന്നെ അവനൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുണ്ടായതിൻ്റെ ശേഷം പിന്നെ ഇപ്പം ഞങ്ങൾ വിളിക്കുകയും കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവൻ്റെ സിസ്റ്ററിനോട് അവൻ മിണ്ടില്ലായിരുന്നു. എന്താ കാരണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്താമായിരുന്നു. പക്ഷെ അവൻ്റെ സിസ്റ്ററെ കാനഡയിൽ ചെന്നിട്ട് അവൻ വരികയോ അന്വേഷിക്കുകയോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ അവൻ ഒന്നും ചെയ്തില്ല. അവളുടെ സുഹൃത്തുക്കളാണ് അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയും എല്ലാം ചെയ്തത്. അവസാനം അവൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പോലും എന്നെ വിളിക്കണ്ട എന്നാണ് അവൻ പറയുന്നത്. കുട്ടിയുണ്ടായതിൻ്റെ ശേഷം കാണാതെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് 2 കൽപ്പിച്ച് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് വരെ പറഞ്ഞു. എങ്കിലും വേണ്ടില്ല. ആ സമയങ്ങളിൽ ഞാൻ രാത്രിയാണ്, ഇവിടുത്തെ രാത്രിയാണ്. ആ രാത്രി സമയത്ത് ബൈബിൾ എടുത്ത് വായിച്ച് എൻ്റെ മകളിൽ നിന്ന് നല്ലൊരു ന്യൂസ് എനിക്ക് കേൾക്കി തരണമേ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബൈബിൾ വായിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവൾ വിളിച്ചു, അമ്മേ അനിയൻ വന്നു, അവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയി, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകി. ഞങ്ങളുടെ കുടുംബം എല്ലാം കൊണ്ടും തകർന്ന് മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ആൾക്കാരുടെ മുമ്പിൽ പോലും ജനങ്ങളുടെ മകൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ഞങ്ങൾക്കൊരു വിവരവും ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ പറയും? അങ്ങനെ വിഷമിച്ച് ദുഃഖം ഉള്ളിലൊതുക്കി ഞങ്ങൾ വിഷമിച്ച് കഴിയുന്ന ഞങ്ങൾക്ക് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ തന്ന മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.
നാട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ എൻ്റെ മകൻ എന്തിനാ വരുന്നത്, എന്ത് നാട് എന്ന് ചോദിച്ചിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ ഏപ്രിൽ